ആന്റി ആന്റി ചതുരംഗ കളി കണ്ടിട്ടുണ്ടോ? രാജാവിന് ചെക്ക് വെച്ച് മന്ത്രിയുടെ തലയെടുക്കുന്ന കളി. അങ്ങനൊരു കളിയാ തൃച്ചംബരത്ത് അരങ്ങേറാൻ പോകുന്നത്. നീ പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതെ ആന്റി, ഈ കല്യാണം ഒരു ചതുരംഗ കളിയാണ്. കുതിരയെ വെച്ച് രാജാവിന് ചെക്ക് പറയുമ്പോ രാജാവ് തൽക്കാല ആശ്വാസത്തിന് മറ്റൊരു കോളത്തിലേക്ക് മാറി നിൽക്കും. അപ്പൊ കുതിര അടുത്ത ചാട്ടത്തിന് മന്ത്രിയുടെ തലയെടുക്കും. അതുപോലെ തൃച്ചംബരത്തെ കല്യാണം നടന്ന താൽക്കാലികമായ ഒരാശ്വാസം. അത്രേ ഉള്ളൂ അഖിലാണ്ടേശ്വരിക്ക്. പല തലകളും കൊയ്തു വീഴ്ത്തപ്പെടും. ആദ്യം താഴേക്ക് വീഴുന്ന തല കല്യാണിയുടേതായിരിക്കും. അത് ചെയ്തത് വൈജയന്തി എന്ന പടക്കുതിര എന്നാക്കും നമ്മള്. അതോടെ ആനന്ദ് തോൽക്കും. പിന്നെ തോക്കെടുക്കും അഖില. ജയിക്കാനല്ല, തോൽവി ആവർത്തിക്കാൻ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു ജയമാണ്. അതിന് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കുക തന്നെ വേണം. അന്തിമ യുദ്ധത്തിനൊരുങ്ങിയ ഭൂമിയാണ് തൃച്ചംബരം. ആയുധങ്ങളൊന്നും വന്ന് പതിക്കാതെ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ കാണുന്ന ആഹ്ലാദത്തോടെ ആന്റിക്ക് ഗാലറിയിലിരുന്ന് കളി കാണാം. ചെല്ലാന്റി, ധൈര്യമായിട്ട് ചെല്ല്. വേണ്ട, ഈ കല്യാണം നടന്നേ പറ്റൂ. ഇല്ലമ്മേ, വിശേഷങ്ങളൊന്നുമില്ല. ആ, അഖിലാന്റി ആനന്ദിനെ നേരത്തെ തന്നെ അറിയാലോ. ബാക്കിയുള്ളവരായിട്ടൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഏയ്, കുഴപ്പമൊന്നുമില്ലമ്മേ. തൃച്ചംബരല്ലേ, ചെറുപ്പം മുതലേ അറിയാവുന്ന വീട്. പിന്നെ അമ്മയുടെ പ്രിയപ്പെട്ട അഖിലാന്റി. തൽക്കാലം അന്യ വീടാണെന്നുള്ള ഫീലൊന്നുമില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ. എനിക്ക് സന്തോഷം തന്നെയാ. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ. ഹായ് അരവിന്ദ്, എന്നെ ഓർക്കുന്നുണ്ടോ? അതിന് ഹൃദയത്തെ സൂക്ഷിച്ചു വെക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. എന്നെ പരിചയമുണ്ടോന്ന് അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. ആ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ അമ്മയോടൊപ്പം മംഗലത്ത് വീട്ടിൽ വരുമ്പോ എലിവാല് പോലെ മുടിയും കെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഇത്രയും വിളഞ്ഞിട്ടില്ല. അരവിന്ദ്, ഞാൻ അരവിന്ദിന്റെ ഏട്ടത്തിയമ്മയാകാൻ പോകുന്ന പെണ്ണാണ്. ഏട്ടത്തിയെ അമ്മയെപ്പോലെ കാണണമെന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. അതിനിതുവരെ എന്റെ ഏട്ടത്തിയമ്മ ഒന്നും ആയിട്ടില്ലല്ലോ. അല്ല, ആവുന്നതിന് മുമ്പ് എനിക്കൊരു രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. ഏട്ടത്തി എന്നുള്ള പരിഗണനയിലാണോ? ആ ഏട്ടത്തി കുറച്ചു നേരത്തേക്ക് വിടൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ? ചോദിക്കേ. സന്തോഷത്തോടുകൂടി ജീവിച്ചു വരുന്ന ഒരു ദാമ്പത്യ ബന്ധം തകർത്തിട്ട് എന്റെ ബ്രോയുടെ ഭാര്യ പദവി ആഗ്രഹിക്കുന്നവരെ നാണം കെട്ട ഏർപ്പാടല്ലേ? നിരപരാധികളായ രണ്ടുപേരുടെ കണ്ണീരിൽ മുങ്ങിയാണ് ഈ മോഹം സഫലീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുക, ലജ്ജയില്ലേ? മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കാതെ മറ്റൊരു വിവാഹം കഴിച്ചൂടെ? എന്തേ, വേറെ ചെറുപ്പക്കാരൊന്നും കിട്ടില്ലേ? അതോ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ? ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. മറുപടി പറയാം. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ എന്റെ എക്കാലത്തെയും സ്വപ്നമാണ്. എന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പ്രണയം. കവികളുടെ ഭാഷയിൽ പറഞ്ഞാൽ രാപ്പാടികളുടെ ഗാഥകൾക്ക് ഒരു ആത്മാവുണ്ടെന്ന് തോന്നിയ കൗമാരകാലം മുതൽ എന്റെ മനസ്സിൽ വിരിഞ്ഞ മന്ദാരപ്പൂവാണ് ആനന്ദിനോടുള്ള പ്രണയം. ആ ആനന്ദ് മറ്റൊരുവളെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് നാളുകൾ കുറേയായി.
അതും അറിയാം. ഏട്ടനെ കൊണ്ട് കെട്ടിക്കാൻ ഏതു നേരവും കൂടെ നിന്ന പ്രിയപ്പെട്ട അനിയനല്ലേ അരവിന്ദ്. പ്രിയപ്പെട്ട ഏട്ടനു വേണ്ടി ജീവൻ വരെ ബലി കഴിക്കാൻ തയ്യാറായി നടക്കുന്ന അനിയൻ. സീതാദേവിക്ക് കാവൽ നിന്ന സാക്ഷാൽ ലക്ഷ്മണന്റെ മറ്റൊരു പ്രതിരൂപം. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ധാർമ്മിക രോഷം സ്വാഭാവികം. എന്താ കളിയാക്കണോ? അല്ല, ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. മുഴുവൻ കേൾക്ക്. പണ്ട് പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞത് സത്യം. പക്ഷേ ഇപ്പോൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു വന്നത് അരവിന്ദ് അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ തേടി വന്നതല്ല, എന്നെ തേടി വന്നതാണ്. ഈ പറയുന്ന കല്യാണിയാണ് ആ ആലോചന കൊണ്ടുവന്നത്. ആ ആലോചന ഒരു അപേക്ഷ പോലെയായിരുന്നു. അവൾ ആനന്ദിന്റെ ഭാര്യാ പദവി ഉപേക്ഷിക്കുകയാണെന്നും വിവാഹമോചനത്തിലൂടെ ഇരുവരും പിരിയുകയാണെന്നും ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്. അരവിന്ദ് ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല. അരവിന്ദ് സാക്ഷി നിന്ന് ഏട്ടന് കെട്ടിക്കൊടുത്ത അരവിന്ദ് ദേവിയെ പോലെ കരുതുന്ന കല്യാണിയോടാണ്. പിന്നെ എനിക്ക് വേറെ ചെറുപ്പക്കാരെ കിട്ടിയില്ലേന്ന് ചോദിച്ചതിന്. എനിക്ക് എന്റെ ഇഷ്ടമല്ലേ പ്രധാനം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആനന്ദ് എന്തായാലും വേറെ വിവാഹം കഴിക്കണം. അപ്പോ ഞാനായാലും എന്താ തെറ്റ്? പിന്നെ ഞാനൊരു തറവാട്ടുകാരിയാണ്. തൃച്ചംബരം പോലെ തന്നെ പേര് കേട്ടതും പാരമ്പര്യമുള്ളതുമാണ് മംഗലത്തെ തറവാട്. അത് മറക്കണ്ട. താലികെട്ട് കഴിഞ്ഞ് തൃച്ചംബരത്തിന്റെ അധികാരിയായി ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ഓർത്തുവെച്ച് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഞാനിത് ഇവിടെ വെച്ച് മറക്കുന്നു. മേലിൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് എന്റെ മുന്നിൽ വരരുത്. നമുക്ക് നല്ലൊരു അനിയനും ഏടത്തിയുമായിട്ട് മുന്നോട്ട് പോകാം. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്ന കല്യാണിയോട് നന്ദി പറയുകയാണ് അരവിന്ദ് ഇപ്പോ ചെയ്യേണ്ടത്. മനസ്സിലായോ? സുബണ്ണ, ഇനി നമ്മുടെ മുന്നിൽ അധികം സമയമൊന്നുമില്ല. എന്ത് വില കൊടുത്തു ഇത് മുടക്കിയേ പറ്റൂ. ആകെ ഒരു പ്രതീക്ഷ നിന്റെ ഇളയച്ചനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലും കാര്യങ്ങൾ നിൽക്കുന്ന കോളില്ല. ആ വൈജയന്തിയും കൂടി വന്ന് തൃച്ചംബരത്ത് താമസാക്കിയ സ്ഥിതിക്ക് വളരെ കരുതലോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ല സുവർണ, നമുക്ക് പോയിട്ട് ആ വൈജയന്തിയുടെ അമ്മയൊന്ന് കണ്ടാലോ? ആ മറ്റേ സീതാലക്ഷ്മിന്റെ ഇല്ലേ? എന്തിന്? നന്ദന പോയി കണ്ടിട്ട് എന്ത് ഫലം ചെയ്തേ? മാത്രമല്ല അവർ അഖിലാന്റിയുടെ കൂട്ടുകാരിയാ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണാൻ ചെന്ന ആ നിമിഷം തന്നെ അഖിലാന്റി അത് അറിയുകയും ചെയ്യും. പിന്നെ ചിലപ്പോ ആ ഒറ്റ കാരണം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ കല്യാണം നടന്നെന്നും വരും. ഇവിടെയാണ് നീ പറഞ്ഞ ശ്രദ്ധയും കരുതലും വേണ്ടത്. ഒരേ വീട്ടിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്ന ഒരു ഭാര്യയും അയാളുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുന്ന ഒരു പെണ്ണും. ഈ പുരാണത്തിലോ മറ്റോ ഈ തൃശങ്കു സ്വർഗം എന്ന് പറയാറില്ലേ? അത് മറ്റൊരു സ്ഥലത്തൊന്നും അല്ല, അത് ഈ തൃച്ചംബരത്ത് തന്നെ. ഭാവന്റെ ബ്രോ, കല്യാണി എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്നും ഭയന്നുകൊണ്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ എന്റെ... അരവിന്ദേ, നീ ഇങ്ങനെ തളർന്നാലോ? ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ. നീ നിന്റെ ഇളയച്ചനും കൂടി ഒരുമിച്ച് നിന്നാ നമുക്ക് ഈ കല്യാണം മുടക്കാം. അല്ല എടാ അരവിന്ദേ, സാധിക്കുന്നുള്ളൊരു വിശ്വാസമില്ലേ നിനക്ക്? സുബണ്ണ നോക്കിക്കോ, ഈ കല്യാണം മുടങ്ങും. മുടങ്ങണം, മുടങ്ങിയേ പറ്റൂ.
അതിന് ഇനി ഒരാളെ കൊല്ലേണ്ടി വന്ന എന്റെ ബ്രോയ്ക്ക് വേണ്ടി ഞാൻ അത് ചെയ്തിരിക്കും. കൊല്ലും ഞാനാളെ വൈജയന്തി. നന്നായി, ബെസ്റ്റ് പരിഹാരം. അന്ധവിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരാളിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു കതിർമണ്ഡപം ഒരുങ്ങുമ്പോ മറ്റൊരാളിന്റെ ജീവൻ എടുത്ത പരിഹാരം. നിനക്കെന്താ അരവിന്ദ, ഭ്രാന്ത് പിടിച്ചോ? അല്ലെങ്കിൽ തന്നെ തൃശ്ശംബരത്തുള്ളവർക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭ്രാന്താണല്ലോ. എടാ, നീ അവളെ കൊന്ന് ജയിലിലേക്ക് പോകുമ്പോ എല്ലാത്തിനും പരിഹാരമാവോ? എടാ, നിന്നെ വിശ്വസിച്ച് കഴിയുന്ന ഒരു പെണ്ണുണ്ടോ അവിടെ? പിന്നെ ഞാൻ എന്ത് ചിന്തിക്കണം സുബർണം, പറ. എന്റെ ബ്രോയുടെ ജീവിതം എങ്ങനെ പോയാലും പോട്ടെ, എന്നാലും എനിക്ക് ജീവിക്കണമെന്നോ? അങ്ങനെയാണോ ഞാൻ ചിന്തിക്കണ്ടേ? പറ സുബർണ. ആനന്ദ, എടുക്ക്. ഹലോ ആനന്ദ്. സുബ്രു, നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഇറങ്ങി. നീ പറയ, എന്താ ആനന്ദ്? എനിക്ക് നിന്റെ ബൈക്കൊന്ന് വേണം. ബൈക്കോ? ഇതാണോ കാര്യം? നിനക്ക് എപ്പോ എവിടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ മതി. 7 മണിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ. അല്ല ആനന്ദ്, നീ ബൈക്കില്? ഹലോ ഹലോ, കട്ടാക്കി. ആനന്ദിന് വൈകിട്ട് എന്റെ ബൈക്കൊന്ന് വേണമെന്ന്. ബൈക്കാണെന്നോ? ഇന്ന് വൈകിട്ട് 7 മണിക്ക്. ബ്രോയ്ക്ക് ബൈക്കാണെന്നോ? അതിന് തന്നെ സുബർണന്റെ ബൈക്ക് അവിടെ കാറുള്ളപ്പോ. രണ്ടുപേർക്ക് പോവാൻ 4 വീലറിനേക്കാൾ നല്ലത് 2 വീലർ തന്നെയാ. അവന്റെ ഈ യാത്ര ഒരുപക്ഷെ നല്ലതിലേക്ക് കലാശിക്കും. ഇതെങ്ങോട്ടേ പോകുന്നത്? പറയാം. എങ്ങോട്ടേ പോണേ? എന്താ കല്യാണി, നിനക്കെന്താ എന്റെ കൂടെ യാത്ര ചെയ്യാൻ പേടിയാണോ? കല്യാണിക്ക് എന്റെ കൂടെ യാത്ര പോകാൻ കൊതിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇറങ്ങാം. ഇതെന്റെ ഒരു സുഹൃത്തിന്റെ ഹോട്ടല്. നമുക്ക് റെസ്റ്റോറന്റിൽ കുറച്ചു നേരം ഇരിക്കാം. നമുക്ക് മാത്രമായി കുറച്ച് സമയം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വലിയൊരു കാര്യം മറക്കുന്നു. വലിയ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ കല്യാണി. കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനി അത് കഴിയണമെങ്കിൽ ഒന്നുകിൽ എന്റെ ആദ്യ ഭാര്യ മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് യോജിക്കില്ല എന്നും പറഞ്ഞ് നിയമപരമായി ബന്ധം വേർപെടുത്തണം. ഇതൊന്നും ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് അറിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ വന്നവളുടെ മനോഭാവം എന്തായിരിക്കും? വാശി പിടിക്കേണ്ട കല്യാണി. ചില കാര്യങ്ങളിൽ എനിക്കും വാശി പിടിക്കേണ്ടി വരും. ഇതുപോലെ നിലാവുള്ള ഓരോ രാത്രിക്കും പറയാനുണ്ടാവും കഴിഞ്ഞു പോയതും നടക്കുന്നതുമായ പ്രണയത്തിന്റെ 1000 കഥകൾ. പൂവിട്ട പ്രണയത്തിന്റേത്, പകുതി വഴി കൊഴിഞ്ഞു വീണ പ്രണയത്തിന്റേത്, ഒരിക്കലും പൂക്കാത്ത പ്രണയത്തിന്റേത്.
കൂട്ടത്തിൽ ഒരുപാട് കാറ്റുവീഴ്ച സംഭവിച്ചിട്ടും അടരാതെ നിന്ന പ്രണയപുഷ്പം അകാലത്തിലാരോ അടർത്തിയെടുക്കാൻ നടന്നടക്കുന്നതിന്റെ കഥ. പ്രണയം സഫലമാക്കിയിട്ട് എന്തിനോ വേണ്ടി ഇട്ടെറിഞ്ഞു പോയൊരു കഥ കൂടി ഈ രാത്രിക്ക് പറയാനുണ്ടാവും. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെയും കല്യാണിയുടെയും കഥ. ഈ സമയത്ത് നിനക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നറിയില്ല നമ്മൾ ആദ്യം പ്രണയം കൈമാറിയ നിമിഷം. ഒരുപക്ഷെ ഇന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ടിയിരുന്നത് ആ സ്ഥലത്തേക്കായിരിക്കണം. ഇന്ന് നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് മാറ്റം ഉണ്ടാവാൻ ആ ഒരു സ്ഥലവും ഓർമ്മയും നിന്നെ ഒരിക്കൽ കൂടി ചിന്തിപ്പിച്ചേനെ. നിനക്കറിയോ, അന്ന് ലോകം കീഴടക്കിയ വിജയി പോലെയായിരുന്നു ഞാൻ. ഇന്ന് തൃച്ചംബരത്തെ ഈ ആനന്ദകൃഷ്ണൻ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും അടർന്നു വീഴുന്നൊരു പാഴില. സർവസ്വം എന്ന് കരുതിയ സ്വന്തം ഭാര്യ കൈവിട്ടു പോകുമ്പോ പോലും അവളെ തന്നിലേക്ക് അടുപ്പിക്കാൻ അവൻ ചെയ്യുന്നൊരു ശ്രമം. ഇങ്ങനെയുള്ള നിനക്ക് എന്നെ പിരിയാൻ കഴിയുമോ കല്യാണി? ഈ ജന്മം നിനക്ക് എന്നെ മറക്കാൻ കഴിയുമോ? എന്നിട്ടാണോ മറ്റൊരു കല്യാണത്തിന് എന്നെ നിർബന്ധിക്കുന്നത്? എങ്ങനെ കഴിയുന്നു കല്യാണി? ഞാൻ വെറും ഒരു അന്യനായി മാറിയത് എന്ന് മുതൽക്ക? ആരൊക്കെയോ ചേർന്നൊരുക്കിയ പ്ലാനിങ്ങിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞ് ഇന്ന് നിന്റെ ഉദരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനം നീ എടുക്കുമായിരുന്നോ? പറ, എടുക്കുമായിരുന്നോ? എടുക്കും. അനുഭവങ്ങളും ദിവസേന എന്റെ മേൽ വന്ന് ഭവിക്കുന്ന ദുരനുഭവങ്ങളും എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം മാത്രമേ എടുപ്പിക്കൂ. ഒന്നു മാത്രം ഞാൻ പറയാം, വലിയ നീ തീരുമാനത്തിൽ നിന്ന് മാറിയ ജീവിച്ചിരിക്കുന്ന കല്യാണിക്കെല്ലാം മറക്കാനേ ബുദ്ധിമുട്ടുള്ളൂ, മരിക്കാൻ ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്.